ആ നിങ്ങൾക്ക് നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. സോ ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. സോ യു ക്യാൻ റേസ് യുവർ ഹാൻഡ് ആൻഡ് കം ഫോർവേഡ്. പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് അതൊരു ഉപകാരപ്രദമാവും. എന്താണ് നമുക്കിത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, എന്ത് ബെനിഫിറ്റ്സ് ആണ് ലഭിച്ചത്? സോ ഹു ക്യാൻ കം ഫോർവേഡ്? ഹു ക്യാൻ ഷെയർ യുവർ സ്റ്റോറി? കഴിക്കുന്ന തോമസാണ്. ഈ കഴിക്കേണ്ട കറക്റ്റ് സ്പെസിഫിക്കേഷൻ എപ്പോഴാണ് ഇത് കഴിക്കേണ്ടത്, ഏത് സമയത്താണ് കഴിക്കേണ്ടത്, ആഹാരത്തിന് ശേഷമാണോ ആഹാരം കഴിഞ്ഞിട്ടാണോ, ആ ഇന്റർവ്യൂ കറക്റ്റായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്യാൻ പറയാം സാർ. യെസ് സാർ, ഇത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ സാർ ഇത് ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ആഹാരം കഴിച്ച ഉടനെ നമ്മൾ കഴിക്കുക. അത് നമുക്ക് ബോഡി വെയിറ്റ് അനുസരിച്ചാണ് കഴിക്കേണ്ടത്. 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 0.15 എന്ന അളവിലാണ് നമുക്കിത് ശരീരത്തിന് ആവശ്യം, ഏറ്റവും കുറഞ്ഞ ഒരു മിനിമം റിക്വയർമെന്റ്. അപ്പൊ ആ ഒരു 0.15 ml എന്ന് പറയുമ്പോൾ ഒരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു 10 ml ഒരു ദിവസത്തേക്ക് മതിയാവും. അപ്പൊ ആ ഒരു 10 ml നമ്മൾ ഒരുമിച്ചോ അല്ലെങ്കിൽ 2 തവണയായിട്ടോ നമുക്ക് കഴിക്കാം. ഒന്നുകിൽ 5 ml രാവിലെ, 5 ml വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ അതോടൊപ്പം കഴിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം 10 ml മുഴുവനായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഭക്ഷണത്തോടൊപ്പം തുടക്കത്തിൽ കഴിക്കുക. കാര്യം വെറും വയറ്റിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില ക്ലൻസിങ് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ സാർ. അതിപ്പോ രാവിലെയാണോ എപ്പോഴാണ് കഴിക്കേണ്ടത്? രാവിലെയാണോ, ടൈം എങ്ങനെയാണ്, സമയം ഒരു രാവിലെയാണോ? നേരമാണ് ഇത് കഴിക്കുന്നതെങ്കിൽ സാറിന് രാവിലെ കഴിക്കാം. രാവിലെ ആയാലും കുഴപ്പമില്ല, വൈകിട്ടായാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ സാറ് പ്രായമുള്ള ഒരാളാണെങ്കിൽ ബെറ്റർ നമ്മൾ രാവിലെയും വൈകിട്ടും പകുതി 5 ml രാവിലെ, 5 ml വൈകിട്ട് അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അപ്പൊ നമുക്കത് ഉറക്കമൊക്കെ ഒന്ന് ശരി. ശരിയാവാനും നമ്മളെ സഹായിക്കും. ഓക്കെ. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. സോ അനു, പ്ലീസ് കം. ഒന്ന് അനു ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ അനു. ഞാൻ ആലുവ കമ്പനിപ്പടിയിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു 4 months കഴിഞ്ഞു. എൻ്റെ ബിഫോർ റിസൾട്ട് 25:1 ആയിരുന്നു. 1:25, അതായത് omega 3:omega 6 റേഷ്യോ. 120 days കഴിഞ്ഞപ്പം അത് 5:1 വന്നിട്ടുണ്ട്. വെരി പിന്നെ ഗുഡ്. ഞാൻ വളരെ ഹാപ്പിയാണ്. സ്കിന്നിന് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കുറച്ച് ഉറക്കം കുറഞ്ഞാൽ പോലും ക്ഷീണമില്ല അടുത്ത ദിവസം. പിന്നെ മെയിനായിട്ടും പറയേണ്ടത് എൻ്റെ അമ്മയുടെ റിസൾട്ടാണ്. അമ്മ ഷുഗർ പേഷ്യൻ്റ് ആണ്. എന്നിട്ട് ആള് കാലിലൊക്കെ സർജറി ചെയ്തായിരുന്നു. ഓക്കെ. ഷുഗർ കൂടിയിട്ട് ഒരു കാഴ്ചശക്തിയും പോയി. അതിനുശേഷം അമ്മ ഇപ്പം റെഡിയായി. ബാലൻസ് അവർ എടുത്തു തുടങ്ങി. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് സ്കിന്നിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഹെൽത്ത് വൈസ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എൻ്റെ ബ്രദർ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ഹാപ്പിയാ. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസ് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 കുട്ടികളാ. അവർ 3 പേരും കഴിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഈ മൂക്ക് പിമ്പിൾസ് ഉണ്ട് ഫേസിൽ. അപ്പം അതൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് വളരെ ഹാപ്പിയാ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ റിസൾട്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ആള് നൈറ്റ് ഷിഫ്റ്റാ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് കൂടി ക്ഷീണം കുറവാ. ഇത് പറഞ്ഞാൽ തീരുമല്ലോ, ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വന്ന പിന്നെ ഹെയർ ലോസ് കുറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് മുടി പോകുന്നുണ്ട്, പിന്നെ അതിനുശേഷം നല്ല രീതി സ്ട്രോങ് ആവുന്നുണ്ട്. ഹെയർ ഒക്കെ നല്ല സ്ട്രോങ് ആവുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ആവുന്നുണ്ട്. ഡ്രൈ ഹെയർ ഒക്കെ സോഫ്റ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ എന്റെ മെയിൻ റിസൾട്ട്. Okay, താങ്ക് യു. thank you, Dr. Anu, for sharing your story. So it is so happy that listening such stories. കാര്യം ആളുകൾക്ക് അതൊരു ഗുണകരമാവുന്നു, അവരുടെ ലൈഫിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ജസ്റ്റ് എ സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ എവറി ഡേ.
ഇതിനേക്കാൾ എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റേതൊരു പ്രോട്ടോകോളുകളുണ്ട് അല്ലെ? ഒരു സ്പൂൺ ഓയിലിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത്രമാത്രം ട്രമൻഡസ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ, കോശങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങൾ നമ്മൾ ലഭ്യമാക്കുമ്പോൾ മിറാക്കിൾസ് ക്യാൻ ഹാപ്പൻ ഇൻസൈഡ് യുവർ ബോഡി. ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ഹൂ എൽസ്? മറ്റാർക്കെങ്കിലും നിങ്ങളുടെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബിജു, ഞാൻ നോർത്ത് പറയിൽ സംസാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഞാനൊരു എപ്പോഴും 4 മാസം മുമ്പാണ് ഈ ബാലൻസ് ഓയിൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജി ലെവലുണ്ട്, അതോടൊപ്പം ശരീരത്തിൽ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ബോഡി പെയിൻ മാറി. പിന്നെ എനിക്ക് 2 വീലർ ഓടിക്കുമ്പോൾ കൈകാൽ മരയപ്പ് ഉണ്ടായിരുന്നു, കാല് തരിപ്പുണ്ടായിരുന്നു, മസിൽ വെട്ടി കയറുന്നുണ്ടായിരുന്നു. അതോടൊപ്പം രാത്രി സമയങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടിയുടെ റൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കാഴ്ച പെട്ടെന്നാണ് ഡിമ്മായി പോകും. ഇപ്പൊ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ബോഡി പെയിൻ മാറി, മസിലിന്റെ പ്രശ്നങ്ങൾ മാറി, കൈകാൽ മരയപ്പില്ല. അതോടൊപ്പം തന്നെ രാത്രി ഇപ്പൊ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റൊരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കൾക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇളയ ആൾക്ക് കുട്ടിക്കാലം തുടങ്ങിയുള്ള ആസ്മയായിരുന്നു. അലോപ്പതി ട്രീറ്റ്മെന്റിലായിരുന്നു. ഞങ്ങൾ ഈ ഒരു 4.5 മാസം മുമ്പ് ഈ ഓയിൽ കിട്ടി. ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ ആളുടെ ആ ആസ്മ എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് റിമൂവ് ആയി. കാരണം ആൾക്ക് രാത്രി മിക്കപ്പോഴും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നെബുലേഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വീട്ടിൽ തന്നെ മെഷീൻ ഉണ്ട്, ആൾ തന്നെ സ്വയം ചെയ്യുമായിരുന്നു. ആളിപ്പോൾ പ്ലസ് 2 പഠിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ വർഷങ്ങൾ, അതായത് കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന ആസ്മ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ആൾ നല്ല ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. ആളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. പിന്നെ മൂത്ത ആള് ഇപ്പോൾ പുറത്തോട്ട് പഠിക്കാൻ പോയി. ആൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ BP ലോ ആണ്, അതോടൊപ്പം തന്നെ അലർജറ്റിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടും. BP ലോ ആയി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അതുപോലെ തന്നെ അലർജി, തുമ്മൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആൾക്ക് പറ്റില്ല, അത്രക്കും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു. ആളും ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ആളും നല്ല ഹെൽത്തിയായി, ഹാപ്പിയായി. ഇപ്പം ആളും ഓയിൽ ഇവിടുന്ന് 2 മാസത്തോളം കഴിച്ച് അതിനുശേഷം ഇപ്പോൾ ആള് കൊണ്ടുപോയിട്ടുണ്ട്, ആളവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആള് ഹെൽത്തിയാണ്. പിന്നെ വൈഫ് പുറത്ത് ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആൾക്ക് ഞാൻ ഇപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആള് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓൾ ഫാമിലി ഹെൽത്തിയായി, ഹാപ്പിയാണ്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ബിജു സാർ. പുതുതായിട്ട് വന്ന ആളുകൾക്ക് ആരൊക്കെയാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ഡിസ്കഷൻ കൂടി ഇന്ന് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം കമ്പനിയുടെ